أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا من يرتد منكم عن دينه فسوف يأتي الله بقوم يحبهم ويحبونه أذلة على المؤمنين أعزة على الكافرين يجاهدون في سبيل الله ولا يخافون لومة لائم ذلك فضل الله يؤتيه من يشاء والله واسع عليم. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമശാസനകളും അനുസരിച്ചുകൊണ്ട് അവന്റെ പ്രവാചകന്മാരുടെ നിർദ്ദേശങ്ങൾക്കും തീരുമാനങ്ങൾക്കും വിധേയമായി ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഭൂമിയിൽ അവൻ അനുവദിച്ച കാലം ചിലവഴിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനും ഗസയുമായി ബന്ധപ്പെട്ട വിഷയം ഒരു വേള ഈ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് തന്നെ പല തവണ പല ആവർത്തി നിങ്ങൾ കേട്ടതായി. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കേട്ടു എന്നതിന്റെ പേരിൽ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്ത ഒരു വിഷയം കൂടിയാണ് ഗസ. പ്രത്യേകിച്ചും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് ഒരു പാഠപുസ്തകമായി ഗസ മാറുമ്പോൾ അവരിലെ ആണിനും പെണ്ണിനും ചൊല്ലിപ്പഠിക്കാൻ ഒരുപാട് പാഠങ്ങൾ ഗസയും ഗസ നിവാസികളും ബാക്കി വെക്കുമ്പോൾ തീർച്ചയായും ആ പുസ്തകം നമ്മൾ തുറന്നേ പറ്റൂ, ഇടയ്ക്കിടയ്ക്ക് നമ്മളത് വായിച്ചേ പറ്റൂ, മറക്കാതിരിക്കാൻ. അള്ളാഹുവിന്റെ ഭൂമിയിൽ കഴിഞ്ഞ 24 മാസം ആയി ഈ യുദ്ധം തുടങ്ങിയിട്ട്, പക്ഷെ അതിലപ്പുറം 70 വർഷത്തോളമായി ഒരു ജനത തങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് വേരുകൾ അറുത്തു മാറ്റപ്പെടുകയും അവിടെ നിന്ന് ആട്ടിയോടിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല ഗസയുമായും ഫലസ്തീനുമായും ബന്ധപ്പെട്ട വിഷയം. ഒരുപക്ഷെ നമ്മളൊക്കെ ജനിക്കുന്നതിന്റെ മുമ്പോ അല്ലെങ്കിൽ ജനിച്ച ഉടനെയോ ഒക്കെ ഈ വിഷയം ഉത്ഭവിച്ചിട്ടുണ്ട്. 1917 ആരംഭിച്ച ഈ വിഷയം ഇന്നും അത് കത്തി നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്നലെ ഒരു വെടിനിർത്തൽ കരാറ് നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷേ ചതിയുടെയും വഞ്ചനയുടെയും ചരിത്രം മാത്രമുള്ള ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അതിന് ആയുസ് ഉണ്ടാകും എന്നത് അള്ളാഹു ആയാലും നമ്മൾ കാണുക തന്നെ ചെയ്യണം. പക്ഷേ ഗസ എന്ന് പറയുന്ന ഈ സംഗതി മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണുനീരായി മാറുകയും അവരുടെ പ്രാർത്ഥനകളിൽ മുഖ്യമായ ഇനമായി മാറുകയും അതോടൊപ്പം അവർക്ക് പഠിക്കാനുള്ള ഒരുപാട് ഗുണപാഠങ്ങളുള്ള ഒരു ഭൂമിയായി മാറുകയും ചെയ്തു എന്നത് ഒരുപക്ഷെ ചരിത്രത്തിന്റെ വല്ലാത്ത ഒരവസ്ഥയാണ്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 24 മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് തൂഫാനുൽ അഖ്സ എന്ന് പറയുന്ന ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന സായുധ സമരം. അത് ഗസ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഏതാനും ലക്ഷങ്ങൾ വരുന്ന മനുഷ്യർ, അവരിൽ തന്നെ ഹമാസ് നേതൃത്വം കൊടുക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയും അതിനോട് നീതി പുലർത്തുന്ന താല്പര്യമുള്ള ആളുകളും മാത്രം പങ്കെടുക്കുന്ന ഒരു യുദ്ധം. ആ യുദ്ധം യഥാർത്ഥത്തിൽ തുടങ്ങിവെച്ച സമയത്ത് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സായുധ രാജ്യമാണ്. അമേരിക്ക പോലുമല്ല. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ ആയുധങ്ങളാണ് കയ്യിലുള്ളതെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ സായുധ രാജ്യം ജൂതരാജ്യമാണ്. ആ രാജ്യം അവകാശപ്പെട്ടിരുന്നത് 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ഗസയെ മനുഷ്യരില്ലാത്ത ഒരു തരിശുഭൂമിയാക്കി മാറ്റും എന്നായിരുന്നു.
നേരെ കവിഞ്ഞാൽ ഒരാഴ്ച മാത്രമേ ഈ യുദ്ധം നിലനിൽക്കുകയുള്ളൂ. ആൾതാമസമില്ലാത്ത ഒരു ഇടമാക്കി ഗസയെ ഞങ്ങൾ മാറ്റും. മാത്രമല്ല, ഹമാസ് പിടിച്ചു കൊണ്ടുപോയ എല്ലാ ബന്ദികളെയും ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ മോചിപ്പിക്കും. 12 മാസം കഴിഞ്ഞു. 24ാമത്തെ മാസം കഴിയുന്ന ഈ സന്ദർഭത്തിലും അവരിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകാൻ ബന്ദികളെ കഴിഞ്ഞിട്ടില്ല. ഏതാനും ബന്ദികളെ, 2-3 ബന്ദികളെ മാത്രമാണ് പിടിച്ചുകൊണ്ടുപോയത്. ബാക്കി അവരിൽ സ്വാഭാവിക മരണം സംഭവിച്ചവരും ഇസ്രായേലിന്റെ തന്നെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരും മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ഈ ബന്ദികൾ ഇപ്പോഴും എവിടെയാണ് എന്ന് അയൺ ഡ്രോമുള്ള, ലോകത്തിൽ മുഴുവൻ ചാരക്കണ്ണുകൾ വിരിച്ച, ലോകത്തിൽ ഒരു ഈച്ച പാറിയാൽ തങ്ങൾ അറിയുമെന്ന് വീരവാദം മുഴക്കുന്ന ഈ ആളുകൾക്ക് ഇന്ന് വരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും അവസാനം അമേരിക്കയും ഇസ്രായേലും കൂടി ഉണ്ടാക്കിയ ഒരു കരാർ, അവരുടെ അടുക്കളയിൽ അവർ ചുട്ടെടുത്ത ആ അപ്പം ഗസയ്ക്ക് ഹമാസിന് നേരെ വെച്ച് നീട്ടുകയും അതിനെ വലിയ സന്തോഷത്തോടു കൂടി അറബ് രാജ്യങ്ങളൊക്കെ എന്തോ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്ന അർത്ഥത്തിൽ കൊട്ടിഘോഷിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അതേ അളവിൽ ഗസ അവർക്ക്, അല്ലെങ്കിൽ ഹമാസ് അവർക്ക് മറുപടി കൊടുക്കുകയും ചർച്ചയുടെ തലത്തിലേക്ക് അവരെ നിർബന്ധിതമായി കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ട് പോലും ഹമാസ് പറഞ്ഞത് ശരിയാണ്, ആ വിഷയത്തിൽ ചർച്ച നടക്കേണ്ടതുണ്ട് എന്ന് പറയിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങളെത്തി. ഇസ്രായേൽ യഥാർത്ഥത്തിൽ കുടുങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എത്തി നിൽക്കുന്ന ഒരു സംഗതി, അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ലഭിച്ചു എന്ന് ചോദിച്ചാൽ 3/4 ലക്ഷത്തോളം മനുഷ്യരെ കൊന്നൊടുക്കാൻ കഴിഞ്ഞു. അതിനേക്കാൾ കൂടുതൽ ആളുകളെ അംഗവൈകല്യത്തിന് അടിമകളാക്കാൻ പറ്റി. ആ നാട്ടിലെ ആൾതാമസമുള്ള മുഴുവൻ കെട്ടിടങ്ങളും ഇടിച്ചു നിരത്താൻ പറ്റി എന്നത് മാറ്റി നിർത്തിയാൽ, ഇതൊക്കെ കയ്യിൽ ആയുധമുണ്ടെങ്കിൽ ഏതൊരു സമൂഹത്തിനും പറ്റുന്നതാണ്. പക്ഷെ അവരുടെ ലക്ഷ്യം എന്താണോ അവർ ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്, അതിൽ ഒരു തരിമ്പ് പോലും മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ആ അർത്ഥത്തിലുള്ള ഒരു അവസ്ഥയിൽ യഥാർത്ഥത്തിൽ ഗസ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വലിയ പാഠമുണ്ട്. ചരിത്രത്തിൽ നമ്മൾ പഠിച്ച പലതിന്റെയും ആവർത്തനം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. ബദറിന്റെയും മുഹദിന്റെയും ഖന്തക്കിന്റെയും ഖൈബറിന്റെയും ഒക്കെ ചരിത്രം പഠിച്ചവരാണ് നമ്മൾ. അവിടെ ഒക്കെ കണ്ട വീരരും ശൂരരുമായ സഹാബികളുടെയും വലിയ ത്യാഗങ്ങൾ അനുഷ്ഠിച്ച, സ്വർഗത്തിലേക്ക് പ്രയാണം ചെയ്ത് ഒരാൾക്ക് മുന്നേ മറ്റൊരാൾ മുന്നോട്ട് പോകുന്ന വലിയ വലിയ കഥകളൊക്കെ നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചതാണ്. ഒരുപക്ഷെ ഇന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു തുരുത്തിൽ അത് ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഗസയാണ്. ആ ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്താണ്. യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ ആരാ ജയിച്ചത്? 100% നമുക്ക് ഉറപ്പിച്ചു പറയാം, ഫലസ്തീനും ഗസയും തന്നെയാണ് ജയിച്ചത്. ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന. നിങ്ങൾക്കിതാ നാം വളരെ വ്യക്തമായ ഒരു വിജയം നൽകിയിരിക്കുന്നു. ലിയഗ്ഫിറ ലകല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴുകിക്കളഞ്ഞ് ശുദ്ധ ശുഹദാക്കളുടെ പട്ടികയിലേക്ക് നിങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു പരിപാടിയുടെ ഭാഗമാണിത്. ലിയഗ്ഫിറ ലകല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. നിങ്ങൾ മുൻപേ ചെയ്തതും ഇനി ചെയ്യാനിരിക്കുന്നതുമായ തെറ്റുകൾ പുറത്തു തരുന്നതിന് വേണ്ടി വയത്തിമ്മ നിഅമതഹു, അവന്റെ അനുഗ്രഹം നിങ്ങളിൽ പൂർത്തീകരിക്കുക. അതിനുവേണ്ടി വയഹദിയക സിറാത്തൻ മുസ്തഖീമ, നേരായ മാർഗത്തിലേക്ക്, ചൊവ്വായ മാർഗത്തിലേക്ക് നിങ്ങളെ വഴി നടത്തുന്നതിനും വേണ്ടി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഊതിയാൽ പറക്കുമെന്ന് വീമ്പ് പറഞ്ഞിരുന്ന ഒരു ജനത ഭൗതികമായി ഒന്നുമില്ല. ഇപ്പുറത്തുള്ളതിനെ വെച്ച് നോക്കിയാൽ ഏതാണ്ട് ബദറിനേക്കാളും പരിതാപകരമായ ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ ബദർ പോലെ ഒരു ഭാഗത്ത് സന്നാഹത്തോടു കൂടി വന്നു നിൽക്കുന്ന ജാഹിലിയത്തിന്റെ ആളുകൾ അണിനിരന്ന ബദർ പോലെ, ഇപ്പുറത്ത് പൊട്ടിപ്പൊളിഞ്ഞ വാളുകളും മുടന്തി നടക്കുന്ന ഒട്ടകങ്ങളും ഒന്നൊക്കെ ചരിത്രത്തിൽ നമ്മൾ പഠിച്ച 313 ആളുകൾക്ക് സമാനമായ രീതിയിൽ തങ്ങളുടെ കയ്യിൽ അവകാശപ്പെടാനില്ലാത്ത, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ആരൊക്കെയോ സംഭാവന നൽകിയ ചെറിയ ചെറിയ ആയുധങ്ങളും അതിലേറെ കല്ലുകളും ഈമാനിന്റെ കരുത്തുകൊണ്ട് അത് വെച്ച് മുന്നോട്ട് പോയ ഒരു ജനത. ആ ജനതയോടാണ് ഇസ്രായേൽ നേരിടുന്നത്. ലൻ യദുറൂകും ഇല്ലാ അദൻ. ആൾ നഷ്ടങ്ങളുണ്ട്, എല്ലാ വിഭവങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്, പട്ടിണിയാണ്, കൊടും പട്ടിണിയാണ്. പക്ഷെ അവർക്ക് സന്തോഷ വാർത്തയുണ്ട് ഖുർആനിന്റെ. ലൻ യദുറൂകും ഇല്ലാ അദൻ. ചെറിയ നഷ്ടങ്ങളല്ലാതെ ഒന്നും വരുത്തി വെക്കാൻ അവർക്ക് കഴിയില്ല. വഇൻ യുഖാതിലൂകും യവല്ലൂകുമുൽ അദ്ബാറ. നിങ്ങളോട് അവർ യുദ്ധം ചെയ്താൽ അവർ പിന്തിരിഞ്ഞോടും. ചരിത്രം സാക്ഷിയാണ്, ഗസ സാക്ഷിയാണ്. പിന്നെ ലോകത്ത് അവർ സഹായിക്കപ്പെടുകയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, യുദ്ധം തുടങ്ങുന്നതിന്റെ മുമ്പ് ഫലസ്തീന്റെ കൂടെ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? UNOന്റെ ഒരു സഭ ചേർന്നാൽ, ഒരു മീറ്റിംഗ് കൂടിയാൽ 4, 5, 10, 20 ഏറിക്കഴിഞ്ഞാൽ 30, 40 അറബ് രാജ്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന
ഒരു സപ്പോർട്ട് മാത്രമാണ് ഫലസ്തീൻ ഉണ്ടായിരുന്നത്. ഏറ്റവും അവസാനം നടന്ന ഇസ്രായേലിനെ അംഗീകരിക്കുന്ന UNO-വിന്റെ മീറ്റിംഗിൽ വെറും 9 രാജ്യങ്ങൾ മാത്രമാണ്, അതിലും വളരെ പരിമിതമായ വിഭവശേഷിയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളാണ്, പേര് പോലും പറഞ്ഞ് കേട്ടിട്ടില്ല. ആ രാജ്യങ്ങൾ മാത്രമാണ് ഫലസ്തീനിന് എതിരായിട്ട് നിന്നത്. ലോകത്തിലെ വൻപൻ യൂറോപ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങളും ഇസ്രായേലിന് എതിരെ ഫലസ്തീന് വേണ്ടി വോട്ട് ചെയ്തു എന്ന് മാത്രമല്ല, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ തൂഫാനുൽ അഖ്സക്ക് ശേഷം അത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. പണ്ട് മുസ്ലിങ്ങൾ എതിർത്തിരുന്ന രാജ്യം ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അറബികള് പേരിനെങ്കിലും എന്തൊക്കെ പറഞ്ഞിരുന്നവര് എതിർത്തിരുന്ന ഒരു രാജ്യം. അവസാനമായപ്പോഴേക്ക് അത് പോയി. അറബ് രാജ്യങ്ങൾ തന്നെ അബ്രഹാമിക് കോഡ് എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേകമായ സംഗതി ചുട്ടെടുത്ത് ഇസ്രായേലിനെ കുടിയിരുത്തുന്നതാണ് നമ്മളൊക്കെ കണ്ടത്. സൗദിയിലാണെങ്കിലും UAE-യിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും അതുപോലെയുള്ള അറബ് രാജ്യങ്ങളിലും എംബസികൾ തുറക്കുകയും അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുകയും അറബ് രാജ്യങ്ങൾ കൂടി ചെയ്ത ഒരു ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ തൂഫാനുൽ അഖ്സ എന്ന് പറയുന്ന ചരിത്രത്തിന്റെ അടുത്ത അധ്യായം ആരംഭിക്കുന്നത് അള്ളാഹുവിന്റെ നിശ്ചിതമായ തീരുമാനപ്രകാരം. അന്ന് ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 രാജ്യമാണ്. ആൾബലം കൊണ്ടും ആയുധബലം കൊണ്ടും മാത്രമല്ല, പേര് കൊണ്ടും പ്രശസ്തി കൊണ്ടും അങ്ങനെയായിരുന്നു. ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു പേരാണ് ജൂതരാഷ്ട്രം ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു. അതിന്റെ ഭരണാധികാരിയെ UNO-വിന്റെ സഭയിൽ നിന്ന് കൂക്കി വിളിച്ച് ഓടിക്കുന്നു. അയാൾ എഴുന്നേറ്റ് പ്രസംഗിക്കാൻ വന്നപ്പോഴേക്ക് ഈ പറഞ്ഞ ഏതാനും രാജ്യങ്ങളല്ലാതെ മുഴുവൻ ആളുകളും ഇറങ്ങിപ്പോരാണ്. നിങ്ങൾ എങ്ങോട്ട് പോയി ഒളിച്ചാലും ശരി, നിങ്ങളുടെ മേലാ നിന്ദ്യത അള്ളാഹു അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. ഇല്ലാ ബിഹബിലിൻ മിനല്ലാഹി വഹബിലിൻ മിനന്നാസ്, ജനങ്ങളിൽ നിന്നോ അള്ളാഹുവിങ്കിൽ നിന്നോ കിട്ടുന്ന നേരിയ ചില അവലംബങ്ങളല്ലാതെ സപ്പോർട്ടുകളല്ലാതെ നിങ്ങൾക്കൊന്നുമില്ല. വഹബിലിൻ മിനന്നാസ് വബാഉ ബിഗളബിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ കോപം നിങ്ങളുടെ മേൽ പതിച്ചിരിക്കുന്നു. വദരിബത അലൈഹിമുൽ മസ്കന, നിന്ദതയും നിസാരതയും നിങ്ങളുടെ മേൽ അല്ലാഹു അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദാലിക ബിഅന്നഹും കാനൂ യക്ഫുറൂന ബിആയാത്തില്ലാഹ്, അവര് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നവരായിരുന്നു. വയഖ്തുലൂനൽ അംബിയാ ബിഗൈരി ഹഖിൻ, യാതൊരു ന്യായവുമില്ലാതെ നിരപരാധികളായ പ്രവാചകന്മാരെ അല്ലെങ്കിൽ പ്രവാചക സമൂഹങ്ങളെ കൊല ചെയ്യുന്നവരായിരുന്നു. ദാലിക ബിമാ അസവ്വ കാനൂ യഅ്തദൂൻ, അവർ ചെയ്ത ഈ അതിക്രമത്തിന്റെ ഫലമായി ലോകത്തിന്റെ മുമ്പിൽ ആട്ടിയകറ്റപ്പെടുന്ന തുപ്പിമാറ്റപ്പെടുന്ന ഒരു വിഭാഗമായി ഇസ്രായേൽ തരം താന്നു എന്ന് പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗസയിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഫലസ്തീനികൾ യുദ്ധം ചെയ്ത് അവരുടെ ഭൂമി മോചിപ്പിക്കുക എന്നത് മാത്രമല്ല, അങ്ങനെ നമ്മളാരും അതിനെ ചെറുതാക്കി കാണുകയും ചെയ്യരുത്. ഫലസ്തീനികൾക്ക് ഫലസ്തീൻ കിട്ടാൻ വേണ്ടി മാത്രമല്ല, ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ 3ാമത്തെ പള്ളി എത്രയോ കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ടതാണ്. നിങ്ങളത് ആലോചിച്ച് നോക്ക്. ഈ തൂഫാനുൽ അഖ്സ വരുന്നതിന്റെ മുമ്പ് മുസ്ലിം ലോകത്തെ കുറിച്ച് യൂറോപ്പിനുണ്ടായിരുന്ന കാഴ്ചപ്പാടെന്താ? അങ്ങ് കൊട്ടി തൊള്ളിയിലിടാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണ്. അത് ഫലസ്തീനാണെങ്കിലും ശരി, ഇറാൻ ആണെങ്കിലും ലോകത്തിലെ ഏത് രാജ്യമാണെങ്കിലും ശരി, ഞങ്ങൾക്ക് മുമ്പിൽ അവരൊന്നുമല്ല. അവരൊക്കെ ഞങ്ങൾ വിചാരിച്ചാൽ ഏതാനും ദിവസം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റും എന്ന വല്ലാത്ത അഹങ്കാരത്തിൽ ജീവിച്ചിരുന്നു അമേരിക്കയും ഇസ്രായേലും അടങ്ങുന്ന ആ ഒരു ഇസ്ലാമിക വിരുദ്ധ ലോബിയെ നമുക്ക് കാണാൻ കഴിയും. അത് ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് തൂഫാനുൽ അഖ്സ സംഭവിക്കുന്നത്. ഏതാനും ഹമാസിന്റെ പോരാളികൾ ആ രാജ്യത്തേക്ക് കടന്നു കയറുകയും അവരുടെ മുഴുവൻ സംവിധാനങ്ങളെയും തകർക്കുകയും ചെയ്യുന്നത് നിങ്ങൾ നോക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മുസ്ലിം ലോകത്തിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ തൂഫാനുൽ അഖ്സ നടന്നത്. ഈ ഗസയിലെയും ഫലസ്തീനിന്റെ മറ്റു പ്രദേശങ്ങളിലെയും മുഴുവൻ മുസ്ലിം സമൂഹവും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് സഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഗതി മുഴുവൻ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ലോകത്തിന്റെ ഇസ്സത്ത് തിരിച്ചുപിടിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ സംവിധാനമാണ് എന്ന് മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അവസാന കാലമാകുമ്പോഴേക്ക് ഭക്ഷണത്തടികയിലേക്ക് ആളുകൾ കൈനീട്ടുന്നത് പോലെ ഈ സമൂഹത്തിന്റെ മേൽ ആളുകൾ കൈവിരിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെയാണ്. മുസ്ലിങ്ങളെ എന്തും ചെയ്യാം, ആർക്കും എന്തും ചെയ്യാം, ആരും ചോദിക്കാൻ വരില്ല. അതിനെതിരെ ആരും വിരൽ ചൂണ്ടില്ല. അറബ് രാജ്യങ്ങളാണ്, അവർ തീരെ മുണ്ടൂല. ഇനി മറ്റു രാജ്യങ്ങളാണെങ്കിലും ശരി, അത് ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും, ചൈനയിലാണെങ്കിലും ഇന്തോനേഷ്യയിലാണെങ്കിലും അതുപോലെ തന്നെ മ്യാൻമറിലാണെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും ഫലസ്തീനിലടക്കം മുസ്ലിങ്ങളെ ഞങ്ങൾക്ക് എന്തും ചെയ്യാം. ആ ഒരു ധാരണക്ക് മാറ്റം വന്നത് യഥാർത്ഥത്തിൽ ഈ ഗസ നിവാസികളുടെ ചോര കൊണ്ട് എഴുതിയ ഈ ചരിത്രത്തോടു കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനുവേണ്ടി തെരഞ്ഞെടുത്ത ഒരു വിഭാഗമാണ്
ശത്രുവിനോട് അടിയറിവ് പറയാതെ ലോകത്ത് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നു അവര്. ഇന്ന് ലോകത്ത് ഇസ്ലാമിനെ പഠിക്കുന്നത് ഗസയെയും പലസ്തീനെയും നോക്കിക്കൊണ്ടാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് ലോകം പഠിക്കുന്നത്, ഇസ്ലാമിനെ പഠിക്കുന്നത്, യൂറോപ്പ് ഇസ്ലാമിനെ പഠിക്കുന്നത് അറബ് രാജ്യങ്ങളെ നോക്കിക്കൊണ്ടല്ല. നോക്കിയിട്ട് കിട്ടാനൊന്നുമില്ല, മറിച്ച് അവർ അത്ഭുതപ്പെടുകയാണ്, എങ്ങനെയാണ് ഈ ടീം ജീവിക്കുന്നത്, ഈ വിഭാഗം എങ്ങനെയാണ് ജീവിക്കുന്നത്, ഞങ്ങളെ കൊണ്ട് കഴിയില്ല. കാരണം 24 മാസമായി ഭക്ഷണമില്ല, വെള്ളമില്ല, വെളിച്ചമില്ല. അവരിലെ ഓരോ കുഞ്ഞും മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. അവരിലെ ആണുങ്ങളും പെണ്ണുങ്ങളും ശഹീദാക്കളായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും അവരുടെ മുഖത്ത് കാണുന്ന ഈ പുഞ്ചിരിയുടെ കാര്യം എന്താണ്, രഹസ്യം എന്താണ്? യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളൊന്നും നോക്കിയിട്ട് ഇസ്ലാമിനെ പഠിക്കുന്ന കാലമൊന്നും ഇപ്പില്ല. മാത്രമല്ല, അറബ് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ യഥാസമയം ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ ഒരു വിഷയം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ഒരിക്കൽ യൂസുഫ് കർലാവി പറഞ്ഞൊരു വാചകമുണ്ട്, ലൗബാലത്ത് ഉമ്മത്തൻ സഖീമത്തൻ ബൗലത്തൻ, ലൗബാലത്ത് ഉമ്മത്തൻ മുസ്ലിമ ബൗലത്തൻ സഖീമത്തൻ ലസാലത്ത് ബിഹാ ഇസ്രായേൽ. അറബ് രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് മൂത്രമൊഴിച്ചാൽ ഒലിച്ചു പോകാൻ മാത്രമേ ഇസ്രായേൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒഴിക്കാനുള്ള ആളുകൾ മാത്രം ഉണ്ടായില്ല. ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി തെരഞ്ഞെടുത്ത ഒരു വിഭാഗം സുഖലോലുപന്മാരായ സ്വാർത്ഥതയുടെ അറബ് രാജ്യങ്ങൾ, നിങ്ങൾ കണ്ടല്ലോ, ദോഹയിൽ കൂടി 50-ലേറെ രാജ്യങ്ങൾ കൂടി എന്താ അവർ തീരുമാനിച്ചത്? ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ സാധാരണ രീതിയിൽ അവർ ചായ കുടിച്ച് സാൻഡ്വിച്ച് കഴിച്ച് പിരിഞ്ഞു എന്നതല്ലാതെ ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു പ്രതിവിധിയും അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അവർ നിന്നത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇപ്പൊ കിട്ടുന്നതിന് വേണ്ടി ഇപ്പൊ എന്തൊക്കെ ജീവിത സുഖങ്ങൾ നിങ്ങൾക്ക് കിട്ടും എന്നത് മാത്രമാണ് അവരുടെ താല്പര്യം. പരലോകവും പാരത്രിക ജീവിതത്തെയും കുറിച്ച് ഒരു ചിന്തയും അവരെ അലട്ടുന്നില്ല. ദുനിയാവിന് ഭൗതികമായ സുഖത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ജീവിക്കുന്ന ഒരു വിഭാഗമാണെങ്കിൽ അറിയണം, അവരുടെ സങ്കേതം എന്ന് പറയുന്നത് നരകമാണ്. വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. യാ അയ്യുഹല്ലദീന ആമനു മാലക്കും ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ എത്രയോ അവസരങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഒന്ന് ഒത്തുപിടിച്ചാൽ, ഒന്ന് ഒരുമിച്ച് നിന്നാൽ ഈ വിഷയം 917 തുടങ്ങി ആ വിഷയം എന്നോ അവസാനിപ്പിക്കാമായിരുന്നു. നിങ്ങൾ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടണം. ഇൻഫിറൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നീതിയുടെ ഭാഗത്ത് നിലയുറപ്പിക്കണമെന്ന് അവരോട് പറഞ്ഞാൽ ഇസ്സാഖൽതും ഇലൽ അർള്, അവർ ഭൂമിയിലേക്ക് ഇങ്ങനെ ആണ്ടാണ്ട് ഭൂമിയിൽ എങ്ങനെ മടിച്ചു നിൽക്കും, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കും. അറളീതും ബിൽ ഹയാത്തി ദുനിയ. ചില വിഭാഗങ്ങളെ കുറിച്ചാണോ ഈ ആയത്ത് നമ്മൾ സംശയിച്ചു പോകും. അറളീതും ബിൽ ഹയാത്തി ദുനിയ, ഭൗതികമായ ലോകത്തിന് നിങ്ങൾ വല്ലാതെ പ്രിയപ്പെടുന്നു അല്ലേ, മിനൽ ആഖിറ, പരലോകത്തേക്കാൾ. ഫമാ മതാഉൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. എന്നാൽ നിങ്ങൾ അറിയണം, ഈ പരലോകം എന്ന്, ഭൗതിക ലോകം എന്ന് പറയുന്നത് പരലോകവുമായി തെറ്റിച്ചു നോക്കിയാൽ വളരെ നിസ്സാരമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അവരെയും നമ്മളെയും പഠിപ്പിക്കുന്നു. പലപ്പോഴും അറബ് രാജ്യങ്ങളുടെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് ഓർമ്മ വരും നമുക്ക്. വൈദാ ലഖുല്ലദീന ആമനു, ഇവരെ കണ്ടുമുട്ടുമ്പോൾ, വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും ഖാലു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വൈദാ ഖലൗ ഇലാ ശയാതീനിഹിം, അവരെ ശൈത്താന്മാരുടെ എത്തിയാലോ അവര് പറയും ഖാലു ഇന്നാ മഅക്കും, ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെയാണ്. ഇന്നാ നഹ്നു മുസ്തഹ്സിഊൻ, ഞങ്ങൾ അവരെ വെറുതെ പറ്റിച്ചതാ. ഞങ്ങൾ ഫലസ്തീന് അത് കൊടുത്ത് ഇത് കൊടുത്ത് 4 ചാക്ക് അരി കൊടുത്ത് 2 ടൺ ഭക്ഷണം കൊടുത്ത് കുറച്ചെന്തൊക്കെയോ ചെയ്തിട്ട് ഇന്നാ നഹ്നു മുസ്തഹ്സിഊൻ, ഞങ്ങൾ അവരെ പരിഹസിക്കാൻ, അവരെ യഥാർത്ഥ പ്രശ്നം കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ഉണ്ടാവില്ല. ഇന്നാ മഅക്കും, ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെയാണ്. അത് വിടുക, അതിൽ നമുക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. അത് അള്ളാഹുവിന്റെ തീരുമാനത്തിന് വിധേയമായി നടക്കേണ്ട ഒരു സംവിധാനമാണ്. ഞാൻ പറയുന്നത് അത് അങ്ങനെ ഒരു ഭൂമിയിൽ ഒരു വിഭാഗം ജീവിച്ചുകൊണ്ടിരിക്കെ നിരപരാധികളായ ഈ ഫലസ്തീനികളെ പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നതിനിടയിലാണ് അവരിൽ നിന്ന് വിശ്വാസികളായ ഒരു വിഭാഗത്തിന് എഴുന്നേറ്റ് നിൽക്കാനുള്ള കരുത്ത് അല്ലാഹു നൽകുന്നത്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹി അലൈഹി. ആ വിഭാഗത്തിനെ കുറിച്ച് നേർക്ക് നേരെ പറയാവുന്ന ഒരു ചിത്രം, ആ വിശ്വാസികളെ കൂട്ടത്തിൽ, ആ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ ഒരു വിഭാഗമുണ്ട്. റിജാലുൻ, ചില ആണുങ്ങളുണ്ട്. സദഖൂ മാ അഹദുല്ലാഹ്, സദഖൂ മാ അഹദുല്ലാഹി അലൈഹി, അള്ളാഹുവിനോട് ചെയ്ത കരാറ് പൂർത്തീകരിക്കുന്ന ആളുകൾ. ഫമിൻഹും മൻ ഖളാ നഹ്ബഹു, ആ കരാറ് പൂർത്തീകരിച്ച് ശുഹദാക്കളായി അള്ളാഹുവിലേക്ക് തിരിച്ചുപോയവരിലുണ്ട്. വമിൻഹും മൻ യന്തളിർ, ഇനി ആ ഷഹീദിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. നമ്മൾ ഗസയെ പഠിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാ. ഗസയിലെ ഏതെങ്കിലും ഒരു കുട്ടിയെ നിങ്ങൾക്ക് പേടിപ്പിക്കാൻ കഴിയില്ല. വിദേശ പത്രപ്രതിനിധികൾ വന്നിട്ട് 5ഉം 8ഉം 10ഉം വയസ്സുള്ള കുട്ടികളോട് ചോദിക്കാൻ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഒരു നേരത്തെ ഭക്ഷണം എന്നല്ലേ പറയേണ്ടത്?
അല്ലെങ്കിൽ ഒരു റൊട്ടി കഷ്ണം എന്നാ പറയേണ്ടത്. അവരാകാശത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയും, ഞങ്ങൾക്ക് മുന്നേ നടന്നുപോയ ശുഹദാക്കളുടെ മാർഗത്തിൽ ഞങ്ങൾക്ക് കടന്നു പോകണം. എന്നിട്ട് അവർ കൈത്തണ്ടയിൽ അവരെ പേരെഴുതി വെക്കും. എഴുതി വെക്കുന്നത് കണ്ടപ്പോ ചോദിച്ചു, എന്തിനാ നിങ്ങൾ എഴുതി വെക്കുന്നത്? ഞങ്ങളെ ഏതെങ്കിലും ഒരു അടുത്ത നിമിഷം തന്നെ ഷഹീദാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഷഹീദായാൽ ഞങ്ങളെ മാതാപിതാക്കൾക്ക് ഞങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോകരുത്, അതിനുവേണ്ടി എഴുതി വെക്കുന്നതാണ്. ഇതെവിടുന്ന് പഠിച്ച പാഠമാണ്? ഇതെവിടുന്നായി ഇത് കിട്ടിയത്? ഈ 10ഉം 15ഉം വയസ്സുള്ള കുട്ടി, അവന്റെ ഈമാനിന്റെ കരുത്ത്, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഒരു ജനത അവിടെ ജീവിക്കണം, ഇത് കണ്ടു പഠിക്കണം മുസ്ലിം ലോകം. എന്നിട്ട് അവരുടെ നിസാരതയെയും അവരുടെ ഭൗതിക പ്രേമത്തെയും കുറിച്ച് ചിന്തിക്കാനെങ്കിലും ഒരവസരമുണ്ടാകട്ടെ എന്ന് നിങ്ങൾ നോക്ക്. പട്ടിണി കിടക്കുന്ന ഒരു വിഭാഗം, നമ്മള് ഖന്തക്കിന്റെയും ഖൈബറിന്റെയും ഒക്കെ ചരിത്രം പഠിച്ചപ്പോഴാണ് ഈ വയറിലൊക്കെ കല്ല് കെട്ടിവെച്ച് ഖന്തക്കിൽ കുഴി കുടിച്ചിരുന്ന സ്വഹാബികളെ, റസൂലും സഹാബത്തും വയറിൽ കല്ല് കെട്ടി വെച്ചിരുന്നു നമ്മൾ കേട്ടത്. പിന്നത് കാണുന്നത് ഇവിടെയാണ്. വൃദ്ധന്റെ ചിത്രം നിങ്ങൾ കണ്ടു, നമ്മൾ കണ്ടു. വയറിൽ കല്ല് കെട്ടി വെച്ചിരിക്കുന്നു. ഷാഹിബ് അബി താലിബിലാണ് നമ്മൾ പച്ചില ചവച്ചിരുന്ന പ്രവാചകനെയും അനുയായികളെയും നമ്മൾ കണ്ടത്. പിന്നീട് ചിത്രം കാണുന്നത് ഈ 2024-ലും 2025-ലും ഗസയിലെ മക്കളിലാണ്. ചുരുട്ടിപ്പിടിച്ചു, പത്രക്കാര് ചുരുട്ടിപ്പിടിച്ച് ഒരു പെൺകുട്ടിയുടെ കൈയൊന്ന് പൊളിച്ചു നോക്കി. ഏതാനും ഇലകളാണ്. ചോദിച്ചു, എന്തിനാ നിനക്ക് ഇലകള്? അവള് പറഞ്ഞു, എത്രയോ ദിവസങ്ങളായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചെടി കണ്ടു, ഒരു മരം കണ്ടു. ആ മരത്തിന്റെ ഇലകൾ ഞാൻ കുറച്ച് കഴിച്ചു. പക്ഷേ ഇങ്ങോട്ട് എത്താൻ പറ്റാത്ത എന്റെ ചെറിയ അനിയത്തിയുണ്ട് എന്റെ വീട്ടില്, അവൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ പൊതിഞ്ഞു വെച്ചതാണ് ഈ ഇലകൾ, കയ്യിൽ ചുരുട്ടിപ്പിടിച്ചതാണെന്ന് ചരിത്രത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന ഗസ നിവാസികൾ നമുക്ക് വലിയൊരു പാഠപുസ്തകം തന്നെയാണ്. നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. നമ്മളെ അസുഖം പട്ടിണിയല്ലല്ലോ, ബത്തിനത്താണ്. വയറ് നിറഞ്ഞിട്ടുള്ള വയറിന്റെ അസ്വസ്ഥതകളാണ്. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളും നമ്മളെ മക്കളും എവിടെയാണ്? ഒരൊറ്റ സംഗതിയെ നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളൂ. ഒരൊറ്റ സ്വർഗമേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് സ്വർഗം എന്ന് പറഞ്ഞിട്ടില്ല. സമാവാത്തും അർളും അതുപോലെ തന്നെ ജന്നാത്തൊക്കെ പറഞ്ഞത് ഒരു സ്വർഗത്തിന്റെ വിവിധമായ ശ്രേണികളാണ്. ഈ ഗസ നിവാസികളുടെ ഈ കുട്ടികളും ഈ ശുഹദാക്കളൊക്കെ പോണ സ്വർഗത്തിൽ തന്നെയാണല്ലോ നമുക്കും പോകേണ്ടത്. ആ ഒറ്റ പ്രശ്നം മാത്രമേ നമ്മൾ അലട്ടുന്നുള്ളൂ. അതേ സ്വർഗത്തിലേക്ക് തന്നെ നമുക്കും പോകേണ്ടത്. അവിടെ കവാടങ്ങളിൽ തടഞ്ഞു വെക്കാൻ നിൽക്കാതിരിക്കാനെങ്കിലും ഗസയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും അതിനനുസരിച്ച് ഇത് ജീവിതത്തിൽ നമ്മൾ മാറ്റം വരുത്തുകയും ചെയ്യണം. ഞാൻ പറഞ്ഞു, ലോകം മുഴുവൻ ഇന്ന് ഗസയെ നോക്കിയിട്ടാണ് ഇസ്ലാമിനെ പഠിക്കുന്നത്. ഗസയെ നോക്കിയിട്ടാണ്. 44 കപ്പലിൽ 497 പേർ സമൂദ് ഫ്ലോട്ടിലാന്നും പറഞ്ഞിട്ട് ഒരു യാത്ര പോയി. ലോക ചരിത്രത്തിൽ അത്ഭുതമാണ്. ആ പങ്കെടുത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ളവരല്ല, ഇറ്റലിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നും അതുപോലെയുള്ള ആഫ്രിക്കൻ, യൂറോപ്യൻ, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള 497 പേർ. അതിലെ ഒരു ക്യാപ്റ്റൻ, മരിയ ഫ്ലോട്ടിലയുടെ ഒരു ക്യാപ്റ്റൻ ഇസ്ലാം സ്വീകരിച്ച ഒരു വാർത്ത ഉണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. മാത്രമല്ല, ഗസയെ പഠിച്ചുകൊണ്ട് ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ലോകം. ഗസയെ പഠിച്ചുകൊണ്ട് ഇസ്ലാമിനെ പഠിക്കുന്നു, ഖുർആനിനെ പഠിക്കുന്നു. എങ്ങനെയാണ് ഈ സമൂഹത്തിന് ഇത്ര ആവേശം കിട്ടുന്നത്? ഇവർക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നു? ഞങ്ങളുടെ നാട്ടിൽ ഇത് പരിചയമില്ല, അറബ് രാജ്യങ്ങളിലും അത് പരിചയമില്ല. പക്ഷെ ഇതാ ഭൂമിയുടെ ഒരു തുരുത്തിൽ ഒരു ജനത ജീവിക്കുന്നു. വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ, കിടപ്പാടമില്ലാതെ ജീവിക്കുമ്പോഴും അവർ ചിരിക്കുന്നു. അവരെ മക്കള് ആ പൊളിഞ്ഞു കിടക്കുന്ന റോക്കറ്റിന്റെ മേലെ കയറിയിട്ട് പട്ടം പറത്തുന്നു. ദുനിയാവിൽ ഇങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ജനത ഉണ്ടോ? എങ്കിൽ ആ യൂറോപ്യന്മാർക്ക് ഒരു സ്വഭാവമുണ്ട്. അവർ നേർക്ക് നേരെ ചിന്തിക്കുന്നവരാ. നമ്മളെ പോലെ വളഞ്ഞ് ചിന്തിക്കൂല. അവർക്ക് ഒരുപാട് അവരുടേതായ പോരായ്മകൾ ഉണ്ടാകാം. പക്ഷേ ഒരു സംഗതി സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അതിനുവേണ്ടി നിലകൊള്ളും. ഒരു കാലത്ത് ഫലസ്തീനിനെതിരെ ഏറ്റവും കൂടുതൽ നിലനിന്നിരുന്ന ഇറ്റലിയിലാണ് ഏറ്റവും വലിയ തൊഴിലാളി സമരം നടന്നത് ഫലസ്തീനിന് വേണ്ടി. ഫ്രാൻസില് അതുപോലെ തന്നെ ജർമ്മനിയിലൊക്കെ തൊഴിലാളി സമരങ്ങൾ നടക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും ഫലസ്തീനിൽ നിന്ന് പിൻവാങ്ങണം, ആ രാജ്യത്തിനെ ഇല്ലാതാക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് പറയുന്നത് മുസ്ലിം രാജ്യങ്ങളെല്ലാം. മുസ്ലിം രാജ്യങ്ങൾ അവരുടേതായ ഒരു രീതിന്റെ ഒരു പറച്ചില് അത് എവിടെയും കൊള്ളൂല. നേരത്തെ പറഞ്ഞ മാതിരി ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, ആ ഒരു വിഭാഗത്തിലെ അവര് പലപ്പോഴും നിൽക്കുള്ളൂ. ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട്, പേടിക്കണ്ട, ഞങ്ങൾ ഓർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും, അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അങ്ങനാണ്ട് പൊയ്ക്കോളും. അത് ഞങ്ങളുടെ മാമൂലിന്റെ ഭാഗമാണ്. മറിച്ച് ലോക ജനത അവർ ആത്മാർത്ഥമായിട്ട് ഇടപെടുന്നു. അവർക്ക് വേറെ താല്പര്യങ്ങളൊന്നുമില്ല. ലോകത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളും മുഴുവൻ രാജ്യങ്ങളും ഇന്ന് ഫലസ്തീനെ അംഗീകരിച്ച് അവരുടെ പതാകക്കൊപ്പം പതാക പറത്തുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. 24 മാസം മുമ്പ് ലോകത്ത് അറിയപ്പെടാതെ അല്ലെങ്കിൽ അറിയപ്പെടേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്ന ഒരു രാജ്യം
ലോകത്തിന്റെ മുഖ്യ ചർച്ചകളിലൊന്നായി മാറുകയും ലോക ജനതയെ തെരുവിലിറക്കിയിട്ട് ഫലസ്തീനിനെ മോചിപ്പിക്കണമെന്ന് പാട്ടുപാടുകയും ചെയ്യുന്ന ഒരു ജനതയാക്കി മാറ്റിയത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം. ഇത് ഇസ്ലാമിന്റെ രീതിയാണ്. ഇത് മുൻകാല പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്. അതോടുകൂടി തീരുന്നു എന്നല്ല, ഖിയാമത്ത് നാൾ വരെ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. റസൂലിന്റെ മുമ്പ് വന്ന പ്രവാചകന്മാരുടെയും ഒക്കെ കാലത്ത് ഇത്തരത്തിലുള്ള സത്യവും അസത്യവും തമ്മിലുള്ള സംഘടനകൾ നടന്നിട്ടുണ്ട്. ആ നടന്ന സംഘടനകളിലൊക്കെ ഇസ്ലാമിക സമൂഹത്തിന് വലിയ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലോകത്ത് ഇസ്ലാം ഇങ്ങനെ വന്നതും ഇസ്ലാമിനെ തലമുറകളായി മറ്റു സമൂഹത്തിലേക്ക് പകർത്തി കൊടുത്തതും ആ വിഭാഗം തന്നെയാണ്. അവർ സഹിച്ച നഷ്ടത്തിന്റെയും കഷ്ടത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും ഫലമാണ് യഥാർത്ഥത്തിൽ അടുത്ത തലമുറയ്ക്ക് ഇസ്ലാമിനെ കൈമാറുക എന്നത്. ഒരുപക്ഷെ യൂറോപ്പിലും അതുപോലെയുള്ള രാജ്യങ്ങളിലും 21ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിനെ കൈമാറാനുള്ള സന്ദർഭവും അവസരവും അള്ളാഹു കൊടുത്തത് ഈ ശുഹദാക്കളുടെ മണ്ണിനാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖൻ, സത്യമായിട്ടും നമുക്ക് പറയാം അവർ യഥാർത്ഥ വിശ്വാസികളാണ്. ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ അവർക്ക് വലിയ പ്രതിഫലമുണ്ട്, ദറജകളുണ്ട്. വമഗ്ഫിറത്തും വറിസ്ഖുൻ കരീം, അതുപോലെ തന്നെ അവർക്ക് പാപമോചനവും ഉയർന്ന റിസ്ഖും അവർക്ക് അള്ളാഹു, ഇവിടല്ലേ പട്ടിണിയുള്ളൂ, വറിസ്ഖുൻ കരീം, അള്ളാഹു അവർക്ക് വേണ്ടി വലിയ വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനാ പഠിപ്പിക്കുന്നത്. സ്വർഗത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, ഇഹലോകത്തിന്റെ നശ്വരതകളിൽ കണ്ണ് നടാത്ത ഒരു സമൂഹം, അങ്ങനെ ഒരു സമൂഹത്തെ നമ്മൾ കാണാൻ കഴിയണമെങ്കിൽ ഇവരെ പഠിക്കണം. ഇവരിപ്പോഴും ആഗ്രഹിക്കുന്നത് ഇനി ആരെങ്കിലും അവശേഷിക്കുന്നെങ്കിൽ അവർക്ക് ഷഹീദാകണമെന്നാണ്. നിങ്ങൾ നോക്ക്, ബദർ രണാങ്കണത്തിലാണല്ലോ സഅദ് ബിൻ അബി വഖാസ് പറഞ്ഞത്, അജിദു റീഹുൽ ജന്ന, സ്വർഗത്തിന്റെ വാസന ഇതാ ഞാൻ കേൾക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ സഹകാരിയുടെ മുന്നേ ഉഹുദ് രണാങ്കണത്തിലേക്ക്, ഉഹുദ് രണാങ്കണത്തിലേക്ക് മുന്നേറുകയും അവിടെ വെച്ച് ഷഹീദാവുകയും ചെയ്ത സഅദ് ബിൻ മുആദിനെ പോലെയുള്ള ആളുകൾ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ചരിത്രത്തിന്റെ വലിയ ഒരു പാഠാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമം സൂറത്തുൽ മാഇദയിൽ ഞാൻ ഓതി വെച്ചു. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, നമുക്കൊക്കെ ഉള്ളൊരു പാഠാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, പദപ്രയോഗം വളരെ പ്രസക്തമാണ്. മൻ യർതദ്ദ മിൻകും, ആരെങ്കിലും മുർത്തദായാൽ എന്ന് പറഞ്ഞാലേ വേഗം തിരിയുള്ളൂ. ആരെങ്കിലും തന്റെ ദീനിൽ നിന്ന് പുറത്തേക്ക് സഞ്ചരിച്ചാൽ ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമിൻ, ദീന് പൊളിഞ്ഞു പോകുന്നൊന്നും പേടിക്കണ്ട. ഈ അറബ് രാജ്യങ്ങൾ മുഴുവൻ അങ്ങനെ നിന്നാലും ഇപ്പൊ കാണുന്ന നമ്മളൊക്കെ ഈ ദുനിയാവിനെ പ്രേമിച്ച് അങ്ങനെ ജീവിച്ചു പോയാലും ശരി, അള്ളാഹുവിന്റെ ഒരു നടപടിക്രമമുണ്ട്. അള്ളാഹു ഒരു സമൂഹത്തെ കൊണ്ടുവരും, യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അവർ അള്ളാഹുവിന് ഇഷ്ടപ്പെടും, അള്ളാഹു അവരെ ഇഷ്ടപ്പെടും. അദില്ലത്തിൻ അലൽ മുഅ്മിനീന ഇസ്സത്തിൻ അലൽ കാഫിരീൻ, വിശ്വാസികളോട് മൃദുലമായി പെരുമാറുന്നവരും നിഷേധികളോട് ദൃഢമായി പെരുമാറുന്നവരും. യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവർ. വലാ യഖാഫൂന ലൗമത ലായിം, ആ വിഷയത്തിൽ ഒരു ആക്ഷേപകന്റെയും ആക്ഷേപം അവർ കേൾക്കൂല. അത് അമേരിക്ക ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും ലോകം മുഴുവൻ എഴുന്നേറ്റ് നിന്നാലും ശരി. വലാ യഖാഫൂന ലൗമത ലായിം. എന്താ കാരണം എന്നറിയോ? ദാലിക ഫദ്ലുല്ലാഹി യഅ്തിഹി മൻ യശാ, അതെല്ലാവർക്കും കിട്ടുന്ന ഒരു ക്വാളിറ്റി അല്ല. ദാലിക ഫദ്ലുല്ലാഹി യഅ്തിഹി മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം അവൻ നൽകുന്ന ഒരു ഫദ്ലാണത്. വല്ലാഹു വാസിഉൻ അലീം, അത് ആർക്ക് എപ്പോഴൊക്കെ കൊടുക്കണമെന്ന് അറിയുന്ന വിശാലതയും ഇൽമും അള്ളാഹുവിനുണ്ട് എന്നുകൂടി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വാഴ്ന്നു പറഞ്ഞു പോകുന്നതിനപ്പുറം ഇതിൽ നിന്ന് ചില തിരുത്തലുകൾക്ക് നമ്മൾ തയ്യാറാക്കണം. ചുരുക്കി പറയാം, അതിലൊന്ന്, നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരണം. നമ്മളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഹുബ്ബുദ്ദുന്യാവ കറാഹിയത്തിൽ മൂത്തുണ്ടല്ലോ, ദുനിയാവിനെങ്ങനെ പ്രേമിച്ച് മരണത്തെ പേടിയോടുകൂടി കാണുന്ന, ജീവിതത്തിന്റെ എല്ലാ സുഖലോലുപതയിലും ആടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം രണ്ടാലൊന്നേ ചെയ്യാൻ പാടുള്ളൂ. ഒന്നുകിൽ അങ്ങനെ ജീവിക്കുക, അവര് സ്വർഗത്തെ കിനാവ് കാണരുത്. അല്ല, സ്വർഗം കിനാവ് കാണുന്ന ഒരു വിഭാഗമാണെങ്കിൽ അതിനനുസരിച്ച് ഒരു മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരണം. നമ്മളെ ജീവിതത്തിലും നമ്മളെ മക്കളെ ജീവിതത്തിലും അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അതിനനുസരിച്ച ജീവിതത്തിൽ മാറ്റം വരിക, യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടന്നു വരിക. അതോടൊപ്പം തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി കച്ചവടം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇസ്രായേലികൾ. അവരെ ബാനർ അടിച്ചിട്ടൊന്നല്ല,
മേഡ് ഇൻ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനവും നമ്മൾ കാണൂല. പക്ഷെ ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഇന്ന് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ കുഞ്ഞിനും അറിയാം. ഒരു കാരണവശാലും നമ്മളോ നമ്മുടെ മക്കളോ ഇസ്രായേലിന്റെ ഒരു ഉൽപ്പന്നവും അമേരിക്കയുടെ ഒരു ഉൽപ്പന്നവും വാങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്തൽ ഈ കാലഘട്ടത്തിലെ ഫർള് കിഫയാണ് എന്ന് ഞാൻ പറയുള്ളൂ. ഓരോ വ്യക്തിയുടെയും നിർബന്ധമായ ബാധ്യതയാണ്. അല്ലെങ്കിൽ ആ മരിച്ചു വീണ ഓരോ കുഞ്ഞിന്റെയും രക്തത്തുള്ളിക്ക് നാളെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. മൂന്നാമത്തത്, അങ്ങോട്ട് എത്തുന്ന സഹായങ്ങൾ വല്ലതുണ്ടെങ്കിൽ അതിനുള്ള സ്രോതസ്സുകൾ കാണുമ്പോൾ നമ്മൾ അവരെ സഹായിക്കണം, അതിനുവേണ്ടി മുന്നോട്ട് വരണം. നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും, അവർക്ക് വേണ്ടിയുള്ള ശബ്ദങ്ങളുടെ ഭാഗമാവുക. അവർക്ക് വേണ്ടിയുള്ള ശബ്ദങ്ങളുടെ ഭാഗം നമ്മളിങ്ങനെ ചിന്തിക്കാൻ, ഞാനിവിടെ നിന്നിട്ട് ഗസയെ മോചിപ്പിക്കണം, പലസ്തീനെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ആര് കേൾക്കാനാ? കേൾക്കും. ഇന്ന് ലോകം അത് കേട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ മാറ്റലുകളായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതിനെതിരെയുള്ള, ഇസ്രായേലിനെതിരെയുള്ള, പലസ്തീന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിൽ എന്നെക്കൊണ്ട് നിങ്ങളെ കൊണ്ടും കഴിയുന്ന രീതിയിൽ നമ്മൾ പങ്കാളികളാകണം. അവസാനമായി നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ ഹംദും സലാത്തും ഇസ്തിഗ്ഫാറും ഒക്കെ അതിന്റെ നിർബന്ധമായ ബാധ്യതകളിൽപ്പെട്ടതാണ്. ആ നിർബന്ധമായ ബാധ്യതകളെ കൂട്ടത്തിൽ ഒന്നും കൂടി വെക്കേണ്ടി വരും. ഇപ്പോ ഗസക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അതില്ലാതെ ഒരു പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചാൽ റബ്ബ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ആ സമൂഹം തീർച്ചയായും വിജയിക്കും. നമുക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ വിജയിക്കുക തന്നെ ചെയ്യും. പക്ഷേ ആ വിജയം എത്രയും എളുപ്പമാക്കി കൊടുക്കാനും ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന് പറഞ്ഞ ലോകത്തിന് പഠിക്കാൻ പറ്റുന്ന ഒരു വിജയമാക്കി അതിനെ മാറ്റിയെടുക്കാനും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അവർക്ക് ഈമാനിന്റെ ശക്തിക്ക് അവരെ കൂടെ അവരോട് മനസ്സുകൊണ്ടെങ്കിലും ആ ഒരു സോളിഡാരിറ്റി അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ഐക്യപ്പെടൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.